ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ മേഴ്സി ഫോർ നൺ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 7 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 2010 സിയോളിൽ വെച്ചാണ് മേഴ്സി ഫോർ നൺ എന്ന സീരീസിൻ്റെ ഒന്നാം എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഗീ ജുൺ എന്നയാളാണ് നമ്മുടെ കഥയിലെ നായകൻ. ഗീ ജുൺ തൻ്റെ അനിയനായ ഗീ സോക്ക് ചെയർമാൻ ലീ ജൂണുമായി സംസാരിച്ചതായി പറയുന്നു. ഗീ സോക്കിന് ഉടനെ അവരുടെ കമ്പനിയിൽ ചേരാൻ കഴിയും എന്ന് പറയുന്നു. എന്നിട്ട് ഗീ ജുൺ രണ്ടു പേര് തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് കടക്കുന്നു. മുമ്പ് നിരവധി ആളുകളെ തോൽപ്പിച്ച മറ്റൊരു ടീമിലെ ഒരുത്തനുമായി ഇവൻ ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റിൽ ഗീ ജുൺ തന്നെ ജയിക്കുകയാണ്. ഇത് കണ്ട എതിർ ടീംസ് കത്തിയും എടുത്ത് നിൽക്കുന്നത് കണ്ട ഗീ ജുൺ അവരുടെ നേർക്ക് പോകുന്നിടത്താണ് സീരീസിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് മേഴ്സി ഫോർ നൺ. ശേഷം പ്രസൻറ്റിലോട്ട് വരുന്നു. ഈ നഗരത്തിൽ മെയിനായി 2 ഗ്രൂപ്പാണുള്ളത്. ഒന്ന് ജൂവൺ ഗ്രൂപ്പും പിന്നെ ബോങ്സാൻ ഗ്രൂപ്പും. ഇതിൽ ബോങ്സാൻ ഗ്രൂപ്പിലെ ഒരു മാനേജരെ 2 വിദേശ കൊലയാളികൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നിൽക്കുന്നു. ഇതേ ബോങ്സാൻ ടീമിൻ്റെ തലവനായ ഗു ബോങ്സാൻ്റെ മകൻ ഗു ജുൻമോ ആണ് ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ മാനേജർ അവൻ തന്നതിനേക്കാളും ഇരട്ടി ഞാൻ നിങ്ങൾക്ക് തരാം, ഞാനും ബോങ്സാന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും അവരതൊന്നും കേൾക്കാതെ അവനെ വെട്ടുന്നു. ശേഷം ബോങ്സാൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഗു ബോങ്സാനും ജൂവൂൺ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ലീ ജൂവൂണും ഒരു ഭക്ഷണത്തിനിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ബിസിനസ്സിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് തൻ്റെ മകൻ ഗു ജുൻമോ തൻ്റെ മാനേജരെ കൊല്ലാൻ വിദേശ കൊലയാളികളെ വാടകയ്ക്കെടുത്തിരിക്കുന്നു എന്ന് ബോങ്സാൻ പറയും. ജുൻമോയുടെ അച്ഛനായതുകൊണ്ട് ചെയർമാൻ ബോങ്സാൻ ഇതിൽ നേരിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വിദേശ കൊലയാളികളെ നോക്കാനും ഈ കേസൊക്കെ ഒതുക്കി തീർക്കാനും അയാൾ ജൂവൂണിനോട് ആവശ്യപ്പെടുന്നു. ആദ്യമൊന്നും ജൂവൂൺ ഇതിന് സമ്മതിക്കില്ല. ഇതൊക്കെ നിന്റെ പ്രശ്നമല്ലേ, അതിനെന്തിനാ ഞാൻ ഇടപെടുന്നത്? അപ്പോൾ പകരമായി ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രശ്നത്തിൽ അയാൾ ജൂവൂണിനെ സഹായിക്കാമെന്ന് വാക്ക് കൊടുക്കും. ചെയർമാൻ ജൂവൂൺ അതിന് സമ്മതിക്കുകയും ഈ ചുമതല ഇപ്പോൾ സീനിയർ മാനേജിംഗ് ഡയറക്ടറും ജൂവൂണിൻ്റെ അടുത്ത പിൻഗാമിയാകാൻ പോകുന്നതുമായ ഗീ സോക്കിന് നൽകുകയും ചെയ്യുന്നു. ജൂവൂൺ പറയും, ഇതെല്ലാം നിനക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്, നാളെ നീ ഇതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ നിനക്കും ഇത് ഗുണം ചെയ്യും. എന്നിരുന്നാലും ഗീ സോക്ക് ആ ജോലി ഉപേക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും അവൻ ജോലി ഏറ്റെടുക്കുകയും തൻ്റെ ജൂനിയറായ ഹേബോമിനൊപ്പം ജുൻമോയെ കാണാനായി അവൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. വിദേശ കൊലയാളികളോട് 3 ദിവസത്തിനുള്ളിൽ പോകാൻ ഗീ സോക്ക് പറയുന്നു. ജുൻമോന് ഇതത്ര ഇഷ്ടപ്പെടുന്നില്ല. ജൂവൂൺ ഗ്രൂപ്പിനെന്താ ഇവിടെ കാര്യം? അപ്പോൾ നിൻ്റെ അച്ഛൻ ജൂവൂണിനെ പറഞ്ഞേൽപ്പിച്ച ഒരു കാര്യവുമായി വന്നതാണ്. നിന്നെക്കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയാത്തൊരു കാര്യം നീ തുടങ്ങി വെക്കരുത്, അത് നീ മനസ്സിലാക്കിയ നല്ലത്. ജുൻമോ ഗീജുൺ എന്നല്ലേ നിൻ്റെ ചേട്ടൻ്റെ പേര്? എന്താ അവൻ്റെ അവസ്ഥ? അവൻ്റെ കാലിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊരു പരിഹാസത്തോടെ ചോദിക്കും. ശേഷം ബോങ്സാൻ്റെ മാനേജർ കിമ്മിനെ കാണിക്കുന്നു. ഗീ സോക്ക് അവിടെ എത്തി ജുൻമോയോട് സംസാരിക്കുന്ന കാര്യമൊക്കെ കിം അറിയും. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അവൻ അവിടേക്ക് കയറ്റിവിട്ടത്? ശേഷം ജുൻമോ 10 വർഷം മുമ്പ് ഒരുത്തനോട് തെറ്റ് ചെയ്തു, അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് നേരാവണ്ണം ചെയ്യണമായിരുന്നു. എന്നിട്ട് എൻ്റെ അച്ഛനാണ് അതെല്ലാം സോൾവ് ചെയ്തത്. പക്ഷെ അവർ അവൻ്റെ കാലിനൊരു ചെറിയ വെട്ടി അവനെ ജീവിക്കാൻ വിട്ടു. എന്നാൽ അവൻ്റെ അനിയൻ ഇപ്പോഴും ജൂവൂണിൽ ജോലി ചെയ്യുന്നു. ഇതൊക്കെ ഗീസോക്കിൻ്റെ ചേട്ടനായ ഗീജുണിനെ പറ്റിയായിരിക്കും അവൻ പറയുന്നത്. അവനിപ്പോൾ ഇങ്ങനെ ഞൊണ്ടി നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് കളിയാക്കും. ഇതും കേട്ട് ദേഷ്യം വന്ന് ഗീസോക്കും ഹേബോമും അവിടെയുള്ളവന്മാർക്ക് 2 എണ്ണം കൊടുക്കും. എന്നിട്ട് അവർ പോകാൻ നിൽക്കുമ്പോൾ ജുൻമോ ഗീസോക്കിൻ്റെ മേൽ വധഭീഷണി മുഴക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ഗീജുണിനെയാണ്. അവനിപ്പോൾ ആ ഗാങ്സ്റ്റർ ടീമിൽ നിന്ന് വിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. കാടിൻ്റെ നടുവിലുള്ള ഒരു ക്യാമ്പ് സൈറ്റിൽ താമസിക്കുന്ന ഗീജുണിനെ കാണാൻ ഗീസോക്ക് വന്നിട്ടുണ്ടാവും. 6 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നത്. ചെയർമാൻ ജൂവൂൺ തന്നെ പിൻഗാമിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഗീസോക്ക് അവനോട് പറയുന്നു. ഞാനും ഇവിടെ നിന്ന് നിൻ്റെ കൂടെ ജോലി ചെയ്തോട്ടെ എന്ന് ഗീസോക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോഴേ അവന് എന്തോ ഒരു താല്പര്യക്കുറവുള്ളതായി മനസ്സിലാവും. എന്നിട്ട് പോകാൻ നേരം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗീസോക്ക്, ഓ ഇപ്പോഴെങ്കിലും ഇതൊന്ന് ചോദിക്കാൻ തോന്നിയല്ലോ എന്നും പറഞ്ഞ് അവൻ പോകും. ശേഷം വീട്ടിലെത്തിയ ഗീസോക്കിന് വീട്ടിൽ ആരോ ഉള്ളതായി തോന്നുന്നു. പാർക്കിംഗ് സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പൂച്ചയെ കാണും. എന്നിരുന്നാലും ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ മുഖം മൂടി വെച്ച ഒരാൾ അവനെ ആക്രമിക്കുകയാണ്. പെട്ടെന്ന് അവനെ തടഞ്ഞ് ആരാ നിന്നെ അയച്ചതെന്ന് ചോദിക്കും. അവിടുന്ന് വീണ്ടും കൊല്ലാനായി നോക്കുമ്പോൾ ഗീസോക്ക് നല്ല രീതിക്ക് തന്നെ വയറ് നിറച്ച് കൊടുക്കും. ആ ജുൻമോ ആണോ അയച്ചത്, അതോ അവൻ്റെ അച്ഛൻ ബോങ്സാനോ? വേഗം സ്ഥലം വിടാൻ നോക്ക്. അപ്പോഴാണ് കൂടുതൽ ആളുകൾ അവിടെ നിന്നും പുറത്തു വരുന്നത്. ഗീസോക്ക് അവരെല്ലാം എളുപ്പത്തിൽ വീഴ്ത്തുന്നു.
പക്ഷെ അവനെ കൊല്ലാതെ വിടും. പക്ഷെ പുറംതിരിഞ്ഞ് നടക്കുമ്പോൾ ആ പയ്യൻ ഗീസോക്കിനെ പിന്നിൽ നിന്ന് ആക്രമിച്ച് കുത്തുന്നു. ശേഷം കാട്ടിൽ വെച്ച് ഗീജുന് ഒരു ഫോൺ കോൾ വരുന്നു. ഗീസോക്കിൻ്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് അവിടെ ജൂവോണും സ്റ്റാഫുകളും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വരുന്നു. ചെയർമാൻ ഗുബോങ് സാനും ജുൻമോയും വരുന്നു. ജുൻമോക്ക് അവൻ മരിച്ചതിൽ ചിരിയായിരിക്കും വരുന്നത്. അവിടെ പുറത്ത് ജൂവോണിൻ്റെ മാനേജർ ചോയും ബോങ്സാൻ്റെ മാനേജർ കിമ്മും തമ്മിൽ സംസാരിക്കുന്നു. ഇത് നിങ്ങളല്ലേ ചെയ്തത് എന്ന് കിമ്മിനോട് ചോദിക്കുമ്പോൾ കിമ്മ്, അതെന്ത് വർത്താനാടോ, ഗീസോക്ക് എൻ്റെ ഫ്രണ്ടായിരുന്നു. ചോയ്, ശരിയാ, നിൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട്സിനെ പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രമുണ്ടല്ലോ നിനക്ക്. നീ പണ്ട് ഞങ്ങളുടെ ആളായിരുന്നു. അത് ഈ പിള്ളേർക്കൊക്കെ അറിയോ ആവോ. കിം അവനോട് പോലീസ് പോലും പറഞ്ഞതാണ് ഏതോ പൊടിപ്പിള്ളേർ ചെയ്ത പണിയാണെന്ന്. ശേഷം ജൂവോണിൻ്റെ മൂത്ത മകനായ സൺ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. എന്നിരുന്നാലും ചോയ് അവനോട് പോകാൻ ആവശ്യപ്പെടുന്നു. കാരണം അച്ഛന് അവൻ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. പെട്ടെന്നാണ് അവിടേക്ക് ഗീജുൺ വരുന്നത്. ചോയ് പെട്ടെന്ന് എല്ലാവരോടും മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അയാൾ ഗീജുണിനെ ഗീസോക്കിൻ്റെ മൃതദേഹം കാണിക്കാനായി കൊണ്ടുപോകും. അത് വെറും കുട്ടികളാണോ എന്ന് ഗീജുൺ ചോദിക്കുന്നു. ശേഷം മറ്റൊരിടത്ത് 2 ചെയർമാൻമാരും ജൂവോണിൻ്റെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നു. പെട്ടെന്ന് ഗീജുൺ മുറിയിലേക്ക് പ്രവേശിച്ച് 11 വർഷം മുമ്പ് ഉണ്ടാക്കിയ കരാറിനെക്കുറിച്ച് പറയും. ഇനി ഇവിടെ വന്ന് മുഖം കാണിക്കില്ലെന്ന് ഗീജുൺ പറഞ്ഞതായിരുന്നു. കൂടാതെ ചെയർമാൻമാർ തൻ്റെ സഹോദരനെ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നും അവരെ വാഗ്ദാനം ചെയ്തിരുന്നു. അവൻ മരിച്ചതിനെക്കുറിച്ച് എന്തേലും നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഇല്ലെന്ന് പറയും. സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാത്തപ്പോൾ ഗീജുൺ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പുറത്ത് ഹേബോം ഗീജുണിനെ പരിചയപ്പെടുകയാണ്. തുടർന്ന് ഗീജുൺ ഗീസോക്കിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ക്യാമ്പിങ്ങിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കണ്ടെത്തുന്നു. ഗീസോക്ക് ഗീജുണിന് അയക്കാൻ പോകുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും അവൻ കാണുകയാണ്. ശേഷം ഗീജുൺ കണങ്കാലിൽ ഒരു ബാൻഡ് കെട്ടുന്നു. എന്നിട്ട് ഗീജുൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. തൻ്റെ സഹോദരൻ്റെ കൊലപാതക കേസിലെ പ്രതിയെ കാണാൻ അവൻ ആവശ്യപ്പെടുന്നു. ഡിറ്റക്റ്റീവുകൾ അത് പറ്റില്ലെന്ന് അവനോട് പറയുന്നു. എനിക്കൊരു മിനിറ്റ് മതിയെന്ന് പറയുമ്പോൾ അത് കഴിയില്ല, അത് നിയമത്തിന് എതിരാണെന്ന് കേൾക്കുന്ന ഗീജുൺ, എന്ന് മുതലാടാ നീ നിയമമൊക്കെ അനുസരിക്കാൻ തുടങ്ങി എന്ന് ചോദിക്കും. ശേഷം ഗീജുൺ ആ പയ്യനെ ചെന്ന് കാണും. ഞാൻ അവൻ്റെ ചേട്ടനാണെന്ന് പറയുമ്പോൾ ഇവൻ കൈ കൂപ്പി എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് കരയും. പക്ഷെ അതൊക്കെ അവൻ്റെ അഭിനയമായിരിക്കും. അവനൊരു കുറ്റബോധവും ഉണ്ടാവില്ല. എന്തിനാ കൊന്നതെന്ന് ചോദിച്ചിട്ടും അവൻ പറയുന്നില്ല. ഗീജുൺ, ഞാൻ എല്ലാവരെയും നിൻ്റെ കുടുംബത്തെ അടക്കം കണ്ടെത്തുമെന്ന് പറയുമ്പോൾ ആ പയ്യൻ, എനിക്കൊരു ഉപകാരം ചെയ്യോ, താൻ എൻ്റെ തന്തയും തള്ളയും കാണുകയാണെങ്കിൽ എനിക്ക് വേണ്ടി അവരെ ഒന്ന് കൊന്നു കളഞ്ഞേക്ക്. കാരണം ഞാനും എൻ്റെ അനിയനും കുട്ടിയായിരുന്ന സമയത്ത് അവർ ഞങ്ങളെ ഇട്ടേച്ചു പോയി. ഗീജുൺ, ഐ ശരി, നിനക്കൊരു അനിയനുണ്ടല്ലേ എന്ന് പറഞ്ഞവൻ പോകും. ഇത് കേട്ട അവൻ്റെ മുഖമൊന്ന് മാറും. ശേഷം ഗീജുൺ അവൻ്റെ അനിയനെ പിന്തുടരുകയും ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സ്ഥലത്തേക്ക് വരും. അവിടെ ആ പയ്യൻ്റെ മുഴുവൻ ടീമും അവനെ വളഞ്ഞിട്ടുണ്ടാകും. ഗീസോക്കിനെ കൊന്ന ആളുകളെ കണ്ടെത്താനാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അവിടുന്ന് അവരുടെ ഫൈറ്റ് ആരംഭിക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവന്മാർ പേടിച്ച് വിറച്ച് നിൽക്കുകയായിരിക്കും. എല്ലാവരെയും കിടത്തി ഉറക്കിയ ശേഷം അവൻ മറ്റവൻ്റെ അനിയൻ്റെ അടുത്തേക്ക് പോകുന്നു. ശരിക്കും ഗീസോക്കുമായുള്ള ഫൈറ്റിൽ അവനെ കുത്തിയെങ്കിലും ആ നേരം അവൻ്റെ മോന്തക്കൊന്ന് കൊടുത്ത് വിടുകയാണ്. എല്ലാ ഗുണ്ടകളും അവിടുന്ന് ഓടിപ്പോകുന്നു. തുടർന്ന് അവൻ കുത്തിയ കത്തി ഊരി മാറ്റി പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെയുള്ള ഡോറിൻ്റെ മറുവശത്ത് ആരോ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.